السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത പ്രതിരോധ മുറകളെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ 4-ാം വർഷ ആരംഭം മുതൽ മുശ്രിക്കുകൾ ഈ പ്രതിരോധ മുറകളുമായി ഏതാനും ആഴ്ചകളും മാസങ്ങളും മുന്നോട്ട് പോയി. പക്ഷെ അവർക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഫലങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ മുശ്രിക്കുകൾ ഒന്നും കൂടി സമ്മേളിച്ചു. എന്നിട്ട് അവർ ഒരു തീരുമാനമെടുത്തു. മുസ്ലിങ്ങളെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും വേണ്ടിയാണ് അവർ തീരുമാനമെടുത്തത്. എന്തെല്ലാം മർദ്ദനങ്ങളാണ് മുസ്ലിങ്ങൾ സഹിച്ചത്, അതുപോലെ തന്നെ ഏതൊക്കെ വിധത്തിലാണ് മുസ്ലിങ്ങളെ പീഡിപ്പിച്ചതും, അതുപോലെ തന്നെ മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചതും മർദ്ദിച്ചതുമാണ് എന്നാണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഇവർ മുസ്ലിങ്ങളെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി തീരുമാനമെടുത്തു. അങ്ങനെ ഓരോ ഗോത്ര നേതാവും അവരുടെ ഗോത്രങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഓരോ യജമാനനും അവരുടെ അടിമകളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചവരെ മർദ്ദിക്കാൻ തുടങ്ങി. ഈ അബൂജഹല് അയാൾ ചെയ്തെന്താ ചോദിച്ചാല്, ഈ സമൂഹത്തിൽ അല്പം സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ സമ്പത്തുമുള്ള ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് ഈ അബൂജഹൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ സമ്പത്തും നഷ്ടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുപോലെ തന്നെ ദുർബലരായ ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കഠിനമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു പിതൃ സഹോദരൻ അദ്ദേഹത്തെ ഒരു ഈന്തപ്പന ഓലയുടെ ഒരു പായയിൽ പൊതിഞ്ഞിട്ട് ഈന്തപ്പന ഓലയുടെ ഒരു പായൽ പൊതിഞ്ഞിട്ട് താഴെ പുകയിട്ടു. അതുപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മാതാവ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചെന്നത് അദ്ദേഹത്തിന്റെ മാതാവ് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹം കുറച്ചൊക്കെ നല്ല സമ്പത്തുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പട്ടിണിക്കിടുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പട്ടിണിയും കഷ്ടപ്പാടും കാരണം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തൊലിയെല്ലാം വിണ്ട് കീറാൻ തുടങ്ങി. അതുപോലെ തന്നെ റോമക്കാരനായിരുന്നു സുഹൈബ്. അദ്ദേഹത്തോട് ചെയ്ത മർദ്ദനങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ ഗ്രാഹ്യശേഷി വരെ നഷ്ടപ്പെട്ടു. ഉമയ്യ ബിൻ ഖലഫ് അൽ ജുംഹയുടെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചെന്ന് ഉമയ്യ അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തില് കയറ് കെട്ടിയിട്ട് ഈ മക്ക മലകളിലൊക്കെ കറങ്ങി കളിക്കുന്ന കുട്ടികളെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തെ പട്ടിണി കിട്ടിട്ടും ചൂട് വെയിലിൽ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റിയിട്ടും ചൂട് മണലിൽ കടത്തുകയും എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് 2 ഓപ്ഷനാണ് മുശ്രിക്കുകൾ കൊടുത്തത്. ഒന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുക, അല്ലെങ്കിൽ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുക. ഇത് രണ്ടും തയ്യാറായിട്ടില്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇനിയും മർദ്ദിക്കുമെന്ന് അദ്ദേഹത്തിന്റെ യജമാനൻ ഇടക്കിടക്ക് ഭീഷണിപ്പെടുത്തി. പക്ഷെ അപ്പോഴൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരുന്നത് അഹദ് എന്നായിരുന്നു, അതായത് ഏകൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അലിവ് തോന്നിയിട്ട് ഒരു കറുത്ത അടിമയെ പകരം നൽകിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി മോചിപ്പിച്ചു. 7-5 ഊഖിയ വെള്ളിക്കാണ് വാങ്ങിയതെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മഖ്സൂം ഗോത്രത്തിന്റെ അടിമയായിരുന്നു.
അദ്ദേഹവും അമ്മാർ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ ഉപ്പ യാസിർ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ മാതാവ് സുമയ്യ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഇസ്ലാം ഒരുമിച്ചാണ് സ്വീകരിച്ചത്. അതായത് ഇസ്ലാം എല്ലാവരും ഒരുമിച്ച് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകള് ഈ അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവരെ നട്ടുച്ച നേരത്ത് ചുട്ടു പഴുത്ത മണൽ കാട്ടിലേക്ക് ഇറക്കി വിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോ അതുവഴി നടന്നു പോവുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാഴ്ച കണ്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, യാസിർ കുടുംബമേ ക്ഷമിക്കൂ, നിങ്ങളുടെ വാക്തത്വ സ്ഥാനം സ്വർഗമാണ്. ഇങ്ങനെ പറയല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ അവിടെ സാധിച്ചില്ല. അങ്ങനെ യാസിർ റളിയല്ലാഹു അൻഹുവിനെ ഈ ഒരു മർദ്ദനങ്ങൾ കാരണം മരണപ്പെട്ടു. അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ അവരുടെ ഗുഹ്യഭാഗത്ത് കുന്തമിറക്കിയ അബൂജഹല് അവരെയും വധിച്ചു. അങ്ങനെ ഈ ഇസ്ലാമിലെ ഒന്നാമത്തെ വനിതാ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹ ആയി. അമ്മാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇവർ മർദ്ദിച്ചത് ചുവന്ന പാറ കഷ്ണം നെഞ്ചത്ത് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടുമാണ് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ യജമാനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും അതുപോലെ തന്നെ ലാത്തയെയും ഉസ്സയെയും അംഗീകരിക്കുകയും ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഒരു നിർബന്ധിതാവസ്ഥയിൽ അദ്ദേഹം അത് പറയാന് നിർബന്ധിതനായി. പിന്നീട് അദ്ദേഹം ക്ഷമയാചിച്ചുകൊണ്ടും അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ആയത്ത് അവതരിച്ചു. അതായത് വിശ്വസിച്ചതിന് ശേഷം തങ്ങളുടെ മനസ്സ് വിശ്വാസത്തിൽ സമാധാനം പൂണ്ടതായിരിക്കെ നിർബന്ധിതരായി അവിശ്വസിച്ചവർ കള്ളവാദികളല്ല. അതുപോലെ തന്നെ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുസാഅ ഗോത്രക്കാരി സിബാന്റെ പുത്രി ഉമ്മു അമ്മാറിന്റെ അടിമയായിരുന്നു. കൊല്ലപ്പണിക്കാരനായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ യജമാനത്തി ഇരുമ്പ് പഴുപ്പിച്ച് മുതുകിലും തലയിലും ചൂടുകയുണ്ടായി. അതുപോലെ തന്നെ മുശ്രിക്കുകൾ അദ്ദേഹത്തിന്റെ പിരടി ഒടിക്കുകയും ഒടിച്ച് മുടി വലിച്ച് തീയിലെറിയുകയും ചെയ്തു. അതുപോലെ തന്നെ സിന്നീറ ഒരു റോമൻ അടിമ സ്ത്രീ ആയിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ച് എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെയും മർദ്ദിച്ചു. മർദ്ദനം കാരണം അവരുടെ കാഴ്ച നഷ്ടം അവരുടെ കാഴ്ച വരെ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോ ഈ മുശ്രിക്കുകൾ പറഞ്ഞു ഇത് ലാത്തയുടെയും ഉസ്സയുടെയും ശാപം കാരണമാണെന്ന് അവർ പറഞ്ഞു. പക്ഷെ ആ സ്ത്രീ പ്രതികരിച്ചത് അള്ളാഹുവാണ്, ഒരിക്കലുമല്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവൻ ഉദ്ദേശിച്ചാൽ ഇത് ഭേദപ്പെടുകയും ചെയ്യും. പിറ്റേന്ന് തന്നെ അവർ കാഴ്ച തിരിച്ചു കിട്ടി. ഇത് ഖുറൈശികൾ ഇത് കാരണം കൊണ്ട് ഖുറൈശികൾ പ്രചരിപ്പിച്ചത് ഇങ്ങനെയാണ്, ഇതെല്ലാം മുഹമ്മദിന്റെ മാന്ത്രിക വിദ്യയിൽ പെട്ടതാണ് എന്നായിരുന്നു. ഈ ഒരു സ്ത്രീയുടെ കാഴ്ച വീണ്ടും തിരിച്ചു കിട്ടി എന്നറിഞ്ഞപ്പോൾ ഖുറൈശികൾ ഇങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അടിമ സ്ത്രീകളിൽ നിന്ന് വിശ്വാസ രംഗത്തേക്ക് വന്നതിന്റെ പേരില് കുറെ മർദ്ദിക്കപ്പെട്ട സ്ത്രീകളാണ് നഹ്ദിയയും പുത്രിയും. ഇവർ രണ്ടുപേരും അബ്ദുദ്ദാർ ഗോത്രക്കാരിയുടെ കീഴിലായിരുന്നു. ഈ അടിമകളെയെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രരാക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് പ്രതികരിച്ചു, നീ ദുർബലരായ അടിമകളെയാണല്ലോ മോചിപ്പിച്ചത്, ശക്തരായവരായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി അവർ പ്രതിരോധിക്കാനെങ്കിലും അവർക്കാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ്. ഇതിനെ സംബന്ധിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശത്രുക്കളെ ആക്ഷേപിച്ചുകൊണ്ടും ഖുർആൻ അവതരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നൗഫൽ ബിൻ ഖുവൈലിദ് അൽ അദവി
ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ ത്വൽഹ ബിൻ അബ്ദുള്ളയെയും പിന്നെ നമസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറിൽ ബന്ധിച്ചു. പക്ഷെ പിന്നെയും അവർ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവരെ അഴിച്ചു വിടുകയാണ് ചെയ്തത്. ഇത് കാരണം കൊണ്ട് ഇവർക്ക് ഖരീനൈൻ, അതായത് കൂട്ടുകാർ എന്ന പേര് വരികയുണ്ടായി. പിന്നെ ഇത് ചെയ്തത് ത്വൽഹ ബിൻ ഉബൈദുള്ളയുടെ സഹോദരൻ ഉസ്മാൻ ബിൻ ഉബൈദുള്ളയാണെന്ന ഒരു അഭിപ്രായമുണ്ട്. ചുരുക്കത്തില് ഇസ്ലാമിലേക്ക് വന്ന എല്ലാവരെയും ഏതെങ്കിലും വിധത്തിൽ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുർബലരും അതുപോലെ തന്നെ അടിമകളുമായവരാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുശ്രിക്കുകൾക്ക് കുറച്ചുകൂടി മർദ്ദിക്കാൻ എളുപ്പമായിരുന്നു. കാരണം അവരെ സംരക്ഷിക്കാനോ അത് തടയാനോ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ യജമാനന്മാരിൽ നിന്ന് തന്നെ പിന്നെ പീഡനം ഏൽക്കുമ്പോൾ പ്രത്യേകിച്ചും അതുപോലെ തന്നെ സമൂഹത്തിൽ കുറച്ചൊക്കെ സ്ഥാനമാനങ്ങളും സമ്പത്തുമുള്ള ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മർദ്ദനങ്ങൾ കുറവായിരുന്നു. കാരണം അവർക്ക് ഗോത്രത്തിന്റെയും ജനങ്ങളുടെയും എല്ലാം സംരക്ഷണം ലഭിച്ചിരുന്നു. ഇത്രയൊക്കെ മർദ്ദനങ്ങൾ മുസ്ലിങ്ങൾ സഹിച്ചിട്ടും അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നുള്ള കാര്യമാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും അല്ലാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.